പൊക്കാളി കൃഷിക്ക് സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് കുഴുപ്പിള്ളി സഹകരണ നിലയം ഹാളിൽ നടന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സംസ്കാരം സംരക്ഷിക്കുന്നതിനും വേണ്ടി പൊക്കാളി നിലവികസന ഏജൻസിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പൊക്കാളി കൃഷി പുനരുജ്ജീവിപ്പിച്ച് കർഷകരോടൊപ്പം യുവാക്കളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സംസ്കാരം സംരക്ഷിക്കുന്നതിനും വേണ്ടി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള പൊക്കാളി നില വികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. കുഴുപ്പിള്ളി സഹകരണ നിലയം ഹാളിൽ നടന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു 10,000 രൂപ പെർ ഹെക്ടറിന് നൽകുന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ നൽകുന്ന നെൽകൃഷിക്ക് നൽകുന്ന ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ ഭാഗം ലഭ്യമാവുന്നില്ല. ഇതുകൂടി നൽകുന്നതിന് ഞങ്ങളതിന് കണക്കെടുത്ത് ഒരു 46 ലക്ഷം രൂപ പ്രതിവർഷം വേണം എന്ന് കണക്കൂട്ടിയിരിക്കുന്നത്. അതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ജൈവ സർട്ടിഫിക്കേഷൻ അത് പൊക്കാളിയുടെ കാര്യത്തിനകത്തുണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ജൈവ കൃഷിയാണ് ഇവിടെ ഉള്ളത്. ഭൗമ സൂചിക പദവി ലഭിച്ചു. ജൈവ സർട്ടിഫിക്കേഷൻ കൂടി ലഭ്യമായാൽ കർഷകർക്ക് ഇതിന് കുറച്ചുകൂടി വില ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ അതും വളരെ പ്രയോജനകരമാവും എന്നുള്ളതുകൊണ്ട് NBOP സർട്ടിഫിക്കേഷനാണ് അതിൻ്റെ ഭാഗമായി വേണ്ടത്. പൊക്കാളിക്ക് NBOP സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. സംഭരണ വില പ്രഖ്യാപിക്കുന്നതിനുള്ള ശ്രമം കൃഷിവകുപ്പ് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. പൊക്കാളിക്ക് സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള പ്രവർത്തനത്തിലേക്ക് സംസ്ഥാന കൃഷിവകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് NSK ആമുഖ അവതരണം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹൈബീഡൻ MP, MLA മാരായ TJ വിനോദ്, KJ മാക്സി, K ബാബു, അൻവർ സാദത്ത്, VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, സിനിമാ താരം സലിംകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുതിർന്ന കർഷകൻ ബപ്പി KL കാട്ടുകാരൻ, മുതിർന്ന കർഷക തൊഴിലാളി NC ചാത്തൻ നികത്തുതറ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, KLDC ചെയർമാൻ PV സത്യനേശൻ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം KM ദിനകരൻ, PLDA വൈസ് ചെയർമാൻ PV ലാജു, ഞാറക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമ്മി CK, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ച് സെമിനാറുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,